ഞാൻ ഷാനാ സഫൂറിയാണ്. ഞാനിവിടെ ഇന്ന് വന്നിരിക്കുന്നത് ഗ്രന്ഥലാഭമായിട്ടുള്ള ഒരു കൊച്ചു പ്രവർത്തനത്തിനായിട്ടാണ്. ആ കൊച്ചു പ്രവർത്തനത്തിൻ്റെ പേരാണ് കാടിക്കളി. മുതിർന്നവരൊക്കെ കളിച്ചിട്ടുണ്ടാകും. ആ കളി എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ പേപ്പർ എടുത്തിട്ടാണ് ഇതുണ്ടാക്കുന്നത്. ആദ്യം ഒരു ചാർട്ട് പേപ്പർ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയതിന് ശേഷം ഇങ്ങനെയായിട്ട് മടക്കുക. പിന്നെ നമ്മൾ സ്കെയിൽ വെച്ച് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും മടക്കിയിട്ട് പശ ഒട്ടിച്ച് അതിനെ ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കുക. ഇതിലേക്ക് നമുക്ക് വളകളൊക്കെ ഒട്ടിച്ചു വയ്ക്കാം. വളൻ്റെ അടിയിൽ നമുക്ക് പശ തേച്ച് അവിടെ ഒട്ടിച്ച് വയ്ക്കുക. ഇനി നമുക്ക് അതിലേക്ക് മുത്തുകളിടാം. എന്നാൽ നമ്മുടെ ഇത് റെഡി ആയി കഴിഞ്ഞു. നമുക്ക് കാടിക്കളി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിനായി 2 പേരാണ് ആവശ്യം. അതിനായി ഞാനും എൻ്റെ ഇക്കയാണ് കൂടി വന്നിട്ടുള്ളത്. ഇതിൽ നമ്മൾ 4 മുത്താണ് വെച്ചിട്ടുള്ളത്. ഇതിങ്ങനെ എടുത്ത് ഇതിലേക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇതിലില്ലെങ്കിൽ അപ്പോൾ നമ്മൾ ഇതുണ്ടാവും. അപ്പോൾ അത് നമുക്ക് സ്വന്തമാക്കാം. എന്നാൽ നമുക്ക് കളി കളിക്കാം. ഈ ഭാഗത്തുള്ളത് എൻ്റെയും എതിർ ഭാഗത്തുള്ളത് എൻ്റെ ഇക്കാൻ്റെയുമാണ്. ഇതിൽ നമുക്ക് കിട്ടുന്ന മുത്ത് ഇതിലേക്ക് ഇടാം. ഇക്കാക്ക് കിട്ടുന്ന മുത്ത് ഇതിലേക്കും ഇടാം. എന്നാൽ നമുക്ക് കളി തുടങ്ങാം. ഞാൻ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇനി നമുക്ക് അടുത്ത കോളത്തിൽ എടുക്കാം. ഞാൻ ഇവിടുത്തെ ഒന്നെടുത്ത് ഇപ്പുറത്തിലേക്ക് ഇട്ടു. ഞാൻ ഇവിടെ നോക്കുമ്പോൾ ഒന്നുമില്ല. അപ്പോൾ ഈ മുത്തുകളെല്ലാം എനിക്ക് സ്വന്തമാക്കാം. നമുക്ക് ഈ കോളത്തിലേക്ക് ഇടാം. ഇനി രണ്ടാമത്തെ ആളുടെ കളിയാണ്. ഞാനിവിടെ നിന്ന് തുടങ്ങുന്നു. നമ്മൾ അടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത കോളത്തെത്തിയാണ് എടുക്കുന്നത്. ഇനി അത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത കോളത്തെ ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഒന്നും തന്നെ കാണുന്നില്ല. അപ്പോൾ എനിക്ക് ഇതിൻ്റെ തൊട്ടടുത്തുള്ള കോളത്തിലെ മുത്തുകളെല്ലാം എനിക്ക് സ്വന്തമായി. ഇതാണ് എൻ്റെ ഇടുന്ന സ്ഥലം. ഇതേപോലെ നമുക്ക് കളി തുടരാം. ഇനി ഒന്നാമത്തെ ആളുടെ കളിയാണ്. ഇതിലൊന്നുമില്ല. അപ്പോൾ ഇതെനിക്ക് സ്വന്തമാകുന്നു. ഇനി രണ്ടാമത്തെ ആളുടെ കളിയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞതിൻ്റെ ബാക്കിയുള്ളത് ഇനി അതിൻ്റെ നമ്മൾ ഇട്ട് കഴിഞ്ഞതിൻ്റെ അടുത്ത കോളത്തിലാണ് മുത്തുകളെടുത്ത് അടുത്തേക്ക് ഇടേണ്ടത്. ഇനി ഇതിൻ്റെ അടുത്ത കോളം
ഇതാ ഇവിടെ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. അപ്പോൾ അതിൻ്റെ അടുത്ത കോളത്തിലെ മുത്താണ് എനിക്ക് സ്വന്തമാക്കാൻ പറ്റുന്നത്. ഇതോടെ ഞാനിവിടെ കളി നിർത്തി. ഇതിൽ കൂടുതൽ മുത്ത് കിട്ടുന്ന ആളാണ് വിജയി. ഇതിൽ എനിക്കാണ് കൂടുതൽ മുത്ത് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാനാണ് ഇവിടെ വിജയി. ഈ കളി ഞാൻ കളിച്ചുകൊണ്ടപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എന്നാൽ നിങ്ങൾ വേഗം ഉണ്ടാക്കി കളി തുടങ്ങിക്കോളൂ. ഇതിലൂടെ എണ്ണം പഠിക്കുകയും ചെയ്യാം, കളിക്കുകയും ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബും ചെയ്യണേ, കമന്റ് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ചെയ്യൂ. ബൈ ബൈ.